കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. വീഡിയോയ്ക്കകത്ത് ഇന്ത്യൻ റുപ്പീസ് ഇപ്പോൾ 90ലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം 100ലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ട് ഒരു പ്രേക്ഷകൻ കുറേ ഡോളർ അങ്ങ് വാങ്ങിച്ചു. ഇന്നലെ എനിക്കൊരു കോള് വന്നു. കോളിനകത്ത് എന്താണാവോ അദ്ദേഹം പറയുന്നത്, സാറ് പറഞ്ഞത് ഞാൻ കേട്ട് അങ്ങ് വാങ്ങിച്ചു. ഇപ്പോൾ എന്ത് പറ്റി? എനിക്ക് 1% കൂടുതൽ കിട്ടി. ഒരാഴ്ചയ്ക്കുള്ളിൽ 1% കൂടുതൽ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ ചാഞ്ചാട്ടം, ചിലപ്പം മുകളിലോട്ട് പോകും, ചിലപ്പം താഴോട്ട് വരും. ഈ പരിപാടിക്കിടെ ആ റിസ്ക് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് ഇന്ത്യൻ റുപ്പീസ് ടു US ഡോളർ. US ഡോളർ എപ്പോഴും ശക്തി പിടിച്ചിരിക്കും, ഇന്ത്യൻ റുപ്പീസ് ബലഹീനപ്പെട്ടിരിക്കും. അതൊരു നാച്ചുറൽ പ്രോഗ്രഷൻ ഓഫ് ഇവൻസ് ആണ്. നമ്മുടെ എക്കണോമി നമുക്ക് ചിലപ്പം പലരും ക്യാൻവാസ് ചെയ്തിട്ട് പറയുകയൊക്കെ ആയിരിക്കും നമ്മൾ 8.2 ആണ്, 9.5 ആണെന്നൊക്കെ അങ്ങ് അടിച്ചു വിട്ട് പറയും. പക്ഷേ ഇൻ റിയാലിറ്റി ഡോളർ ടേംസിൽ നമ്മൾ ഇപ്പോൾ 4th ലാർജസ്റ്റ് എക്കണോമി എന്നൊക്കെയാണല്ലോ പറഞ്ഞു വരുന്നത്. പയ്യെ അത് 5th-ലോട്ടും 6th-ലോട്ടും ഒക്കെ പോകാനുള്ള പുറപ്പാടിലാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ടേ? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. എൻ്റെ ആദ്യത്തെ കാറ് ഒരു സെക്കൻഡ് ഹാൻഡ് കാറായിരുന്നു. അന്ന് മാരുതി എസ്റ്റീം എന്നൊക്കെ ആയിരുന്നു അതിൻ്റെ പേര് കേട്ടോ. ഇപ്പം മാർക്കറ്റിലൊന്നും ഇല്ല സാധനം. അന്നേരം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പോയി വാങ്ങിച്ചത്. ആ പുള്ളിക്ക് വണ്ടിയെ പറ്റി ഇച്ചിരിയൊക്കെ വിവരമുണ്ട്. അന്നേരം തരക്കേടില്ല എന്ന് പുള്ളി തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങിക്കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, സുഹൃത്തെ, ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴില്ലേ, ഈ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു നോയ്സ്, ഒരു ശബ്ദം നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അതിനെ ആഗോള ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഇപ്പോൾ വല്ലതും കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി. എന്നിട്ട് ഞാൻ വണ്ടി എപ്പോഴും ഓടിച്ചാലും ഞാൻ എപ്പോഴും എൻ്റെ ചെവി ഒരിടം ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ശബ്ദം ഉണ്ടോ, ഇതുകൊണ്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ എപ്പോഴും ഇരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ എക്കണോമി. നമ്മുടെ എക്കണോമിക്കകത്ത് ചില സിഗ്നൽസും ചില നോയ്സസും ചില വോയിസസും ഒക്കെ വരും. അന്നേരം അത് നമ്മുടെ എക്കണോമിയുടെ ഓവറോൾ ഹെൽത്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അന്നേരം അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ രൂപയുടെ വില ഇതുപോലെ കുത്തനെ അങ്ങ് ഇടിയുകയാണ്. 85 കിടന്നത് 91 വന്നു. അന്നേരം അത് തീർച്ചയായിട്ടും നമ്മുടെ എക്കണോമിയുടെ ഒരു വീക്ക്നെസ്സിനെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വിചാരിക്കുമായിരിക്കും എക്സ്പോർട്ടേഴ്സിന് നന്മ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷെ അങ്ങനല്ല. ഇന്ത്യൻ എക്കണോമി ഒരു എക്സ്പോർട്ട് ബേസ്ഡ് എക്കണോമി അല്ല. ഇന്ത്യൻ എക്കണോമി ഒരു ഇമ്പോർട്ട് ബേസ്ഡ് എക്കണോമിയാണ്. ഇപ്പം ചൈനയ്ക്കോ ജപ്പാനിലോ അവരുടെ കറൻസി ഡീവാല്യൂ ചെയ്തുകൊണ്ട് ലാഭമുണ്ട്. പക്ഷേ ഇന്ത്യക്ക് കറൻസി ഡീവാല്യൂ ചെയ്തുകൊണ്ട് ഭയങ്കര നഷ്ടമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്കൊന്ന് അറിയേണ്ട സുഹൃത്തുക്കളെ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാനൊരു വീട് വാങ്ങിച്ചെന്നങ്ങ് വിചാരിച്ചോ. ഒരു വീട് വാങ്ങിച്ചു, എന്നിട്ട് മന്ത്ലി അതിൻ്റെ EMI കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. EMI വർഷം തോറും ഒരു 12 ലക്ഷം രൂപയാണ് ഞാൻ കൊടുക്കുന്നത്. അന്നേരം മാസം തോറും 1 lakh rupees ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അന്നേരം ഓരോ മാസം എടുക്കുമ്പോഴും എനിക്ക് ആ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാം, ഞാൻ കൊടുത്ത EMI കാരണം എൻ്റെ പ്രിൻസിപ്പൽ എത്ര കുറഞ്ഞു, ഇനി എത്ര കൊടുക്കാനുണ്ട്, അങ്ങനെ ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ നമ്മൾ ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും. അങ്ങനെ ഞാനിങ്ങനെ എല്ലാ മാസവും ഇച്ചിരി അടയ്ക്കുന്നു, ഇച്ചിരി എക്സ്ട്രാ അങ്ങോട്ട് അടയ്ക്കുന്നു. എന്നിട്ടും പ്രിൻസിപ്പൾ കുറയുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം നോക്കിയിരിക്കുക. ഓട്ടോമാറ്റിക്കലി ഒരു പ്രാവശ്യം ഞാൻ പോയി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രിൻസിപ്പൾ അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇൻട്രസ്റ്റ് കോമ്പണൻറ്റ് പണ്ട് 8% ഇപ്പോൾ അത് 14% അവർ ഇൻട്രസ്റ്റ് അങ്ങ് കൂട്ടി. എന്നോട് ചോദിച്ചുമില്ല, ഒരു പരിപാടിയും നടത്തിയിട്ടില്ല. അന്നേരം നമ്മുടെ ഇവിടെ നിന്നൊക്കെ പുക പോവുമോ? സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ്റെ ആപ്പാടെ ഉണ്ടാക്കി കൊടുക്കുന്ന കാശിനകത്ത് ഇങ്ങനെ ഒരു ചൂഷണം നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നത് അത് സ്വാഭാവികമാണ്. എന്നാൽ ഇന്ത്യക്കും അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അതറിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അതെന്താണെന്നറിയാവോ? ഇന്ത്യ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് 736 ബില്യൺ ഡോളറാണ് കടം വാങ്ങിയിട്ടുള്ളത്. അന്നേരം ഈ $736 ബില്യൺ കടം വാങ്ങിക്കഴിഞ്ഞാൽ
അത് തിരിച്ചു കൊടുക്കണ്ടേ? അന്നേരം തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് പലിശയും കൂടെ ഉണ്ട്. ഓൺ ആൻ ആവറേജ് ഇന്ത്യ ഒരു 3 തൊട്ട് 3.5% വരെ പലിശ ഇട്ടിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊടുക്കുന്നത് എങ്ങനെയാണ്? ഡോളറിലല്ലേ കൊടുക്കുന്നത്, അല്ല ഇന്ത്യൻ റുപ്പീസിൽ അവരെടുക്കത്തില്ലല്ലോ. അന്നേരം നമ്മുടെ ഇന്ത്യൻ റുപ്പീസും കൊണ്ട് ഡോളറായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പിന്നെയാണ് അത് തിരിച്ചു കൊണ്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഇന്ത്യൻ റുപ്പീസ് കഴിഞ്ഞ ഒരു വർഷത്തിൽ 6% കൂടുതലായിട്ട് ഇടിഞ്ഞു വീണു. അന്നേരം ഒരു 3.5% കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോണ് ഇന്നത് എത്ര ശതമാനം പലിശ വരുന്നുണ്ട്? അത് 9.5% പലിശ വരുന്നുണ്ട് ഇൻ റിയൽ ടേംസ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ വിചാരിക്കുന്നത്, ഈ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അത് അറിയുന്നില്ല, പക്ഷേ ഡോളറിലാണ് ക്രയവിക്രയം നടക്കുന്നത്. ഡോളറിന്റെ വാല്യൂ കൂടി, രൂപയുടെ വാല്യൂ കുറഞ്ഞ എത്രയാണ്? 6%. അന്നേരം 3.5% പ്ലസ് 6% എത്രയായി? 9.5% ഇനി നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. അത് സർക്കാരിലെ പൊളിറ്റീഷ്യന്മാർ നിങ്ങളോട് വല്ലതും പറയുന്നുണ്ട്. അത് ഓൺ എ ലോങ് റൺ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കാശെടുത്ത് മറ്റുള്ളവന് പലിശയ്ക്ക് കൂട്ടുകയാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നുണ്ടോ? അതാണ് നമ്പർ 1. ട്രംപ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ മുകളിൽ ടാരിഫ് എന്ന് പറഞ്ഞ ഒരു സാധനം ഏർപ്പെടുത്തി. അന്നേരം ട്രംപ് ഈ ടാരിഫ് അടിച്ച് ഏർപ്പെടുത്തിയത് അത് എന്തുകൊണ്ടാണ്? ചുമ്മാ ഒരു തമാശക്കാണോ ചെയ്തത്? അല്ലല്ലോ. അതിൻ്റെ റിയൽ റീസൺ, അതിൻ്റെ വേരി കിടക്കുന്ന റീസൺ അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഈ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുമല്ലോ, എന്നിട്ട് നമ്മൾ എക്സ്പോർട്ടും ചെയ്യുമല്ലോ. ഈ ഇമ്പോർട്ട് ചെയ്യുന്നത് അത് എക്സ്പോർട്ടിനെക്കാട്ടിയും കൂടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ട്രേഡ് ഡെഫിസിറ്റ് വരും. ആ ട്രേഡ് ഡെഫിസിറ്റ് കാരണം എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിലെ പണം മറ്റുള്ളവർക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അവരാണല്ലോ സാധനം ഇങ്ങോട്ട് തരുന്നത് കൂടുതലും, ഒരു നെറ്റ് നോക്കുമ്പോൾ. അന്നേരം നമ്മുടെ നാട്ടിൽ നിന്നുള്ള പണം അങ്ങോട്ട് പോകും. അമേരിക്കൻ ഡോളർ അച്ചടിക്കുന്ന അമേരിക്കയ്ക്ക് അത് വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്കൻ ഡോളർ ഒന്നും അച്ചടിക്കാതെ ഇന്ത്യക്ക് അത് എത്രമാത്രം വിഷമമാകുമെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് വെറും ഒക്ടോബർ മാസത്തിൽ $41.7 ബില്യൺ. ഈ $41.7 ബില്യൺ ഇന്ത്യയുടെ കൂടുതലും ഈ കാശ് വെളിയിലോട്ട് പോകുന്നത് എന്താണെന്നറിയാവോ? എണ്ണക്കച്ചവടത്തിനകത്താണ്. എണ്ണക്കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറബികളും റഷ്യക്കാരനും ഇറാഖികളും അമേരിക്കക്കാരനും ഒക്കെ നമുക്ക് ഇച്ചിരി ക്രൂഡ് ഓയിൽ തരും. നമ്മൾ 85% ഓഫ് ദ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെ ഫ്യൂവലിൻ്റെ ആ ഒരു ഡിമാൻഡ് അനുസരിച്ച് 85% നമ്മൾ നാട്ടിൽ നിന്നാണ് ഇത് ഇങ്ങോട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഇത് ഫ്രീ ആയിട്ടൊന്നും ആരും തരുന്നില്ലല്ലോ. അതിനു വേണ്ടി ഡോളേഴ്സ് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും. അല്ലാതെ രൂപ ആയിട്ട് സൗദി അറേബ്യയോ റഷ്യയോ ആരും എടുക്കുന്നില്ല. നമ്മൾ വിചാരിച്ചു നമുക്ക് പുട്ടിൻ നമ്മുടെ കൂട്ടുകാരനാണെന്നല്ലോ. അന്നേരം പുട്ടിന് നമ്മൾ ഈ രൂപ കൊടുത്തു കഴിഞ്ഞാൽ കാര്യം നടക്കും. ആദ്യം ആ സാങ്ഷനൊക്കെ ആയിരുന്നപ്പോൾ പുട്ടിൻ പറഞ്ഞു, എന്നാൽ രൂപ ആണെങ്കിൽ രൂപ ഇങ്ങോട്ട് വന്നോട്ടെ. പുട്ടിന് മനസ്സിലായി ഈ രൂപയ്ക്കകത്ത് വലിയ വിലയൊന്നുമില്ല. രൂപ ഇന്ത്യക്ക് വിലയുണ്ട്, പക്ഷെ മറ്റു രാഷ്ട്രങ്ങൾക്ക് വിലയില്ലാത്ത എന്താണെന്നറിയാമോ? ഇത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും തിരികെ എന്തെങ്കിലും തരണമെങ്കിൽ ഇന്ത്യയെ തന്നെ അങ്ങോട്ട് തിരികെ കൊടുക്കണം. എന്നാൽ റഷ്യക്കാർക്ക് ഇന്ത്യയിൽ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനവും വാങ്ങേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം റഷ്യക്ക് ഡിമാൻഡ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് പുടിൻ ഇത്രയും രൂപയുടെ കെട്ട് വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഇത് ഇന്ത്യയിലോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണ്ടേ? അങ്ങനെ ഒരു പരിപാടി പുടിന് നടത്താൻ പറ്റുന്നില്ല. അന്നേരം പുടിൻ ഒരു പരിപാടി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് UAE വഴി നമുക്കൊന്ന് കറക്കാം. അന്നേരം നിങ്ങൾ ഞങ്ങൾക്ക് UAE വഴി ദിർഹം തന്നേരും. ഇന്ത്യ UAEക്ക് കുറെ സാധനങ്ങൾ, നമ്മളെ അരിയും പച്ചക്കറിയും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അന്നേരം ആ വകുപ്പിൽ ഇന്ത്യക്ക് കുറെ ദിർഹം കിട്ടുമല്ലോ. എന്നിട്ട് നിങ്ങൾ ഇച്ചിരി എക്സ്ട്രാ ഡോളർ കൺവേർട്ട് ചെയ്ത് ദിർഹം എങ്ങനെയാണെങ്കിലും എനിക്ക് ദിർഹം തന്നാൽ മതി. അന്നേരം ദിർഹം ഞാൻ ഇട്ട് ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രൂപ ആർക്കും തന്നെ വേണ്ടാത്ത ഒരു കറൻസിയാണ്. ഡിമാൻഡ് ഇല്ലാത്ത ഒരു കറൻസി എപ്പോഴും താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ട്രേഡ് ഡെഫിസിറ്റിൻ്റെ ആ ഒരു മാത്തമാറ്റിക്സ് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ? എന്നാൽ അതിന് നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ $1 90 വിപണി കിട്ടുമല്ലോ. നമ്മളൊന്ന് സങ്കല്പിക്കുക, ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് $60 എക്സ്പോർട്ടാണ് നടത്തുന്നത്. 60,000 60 കോടി ഒന്നും പറയണ്ട, $60 എക്സ്പോർട്ട് ഇന്ത്യ വെളിയിലോട്ട് പോകുന്നുണ്ട്. അന്നേരം എത്ര രൂപ ആണ് എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ടല്ലേ കാശ് വരുന്നത്. എത്രയാണ്? 5400 രൂപ നമ്മുടെ പോക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ $60 എക്സ്പോർട്ട് നടത്തിക്കഴിഞ്ഞാൽ. എന്നാൽ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു കൺട്രിയാണ്. ഇന്ത്യയിൽ ഒരു $100 നമ്മൾ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു.
$100 ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം $100 ഇമ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ എത്ര കാശ് അവർക്ക് കൊടുക്കണം? ഈ സാധനം വരുത്തുമ്പം അവർക്കല്ലേ കാശ് അങ്ങോട്ട് കൊടുക്കണ്ടേ? അതെത്രയാണ്? 900 അല്ലല്ലോ, 9000 9,000 രൂപ അങ്ങോട്ട് കൊടുക്കണം. അന്നേരം ട്രേഡ് ഡെഫിസിറ്റ് എത്രയായി? 9,000 മൈനസ് 5,400 വരുമ്പോഴത്തേക്ക് 3,600 റുപ്പീസ് നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ഇന്ത്യയിൽ നിന്ന് കാശ് വെളിയിലോട്ട് അങ്ങ് പോവുകയാണ്. രൂപ ആയിട്ട് തന്നെയാണ് പോകുന്നതെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഈ രൂപ അങ്ങ് സ്ലൈഡ് ചെയ്ത് വീഴുകയാണ്. രൂപ അങ്ങ് $100 അങ്ങ് വന്നെന്ന് വിചാരിച്ചു. അല്ല സോറി, $1 100 വെച്ചായിട്ട് അങ്ങ് വില അങ്ങ് ഇടിഞ്ഞ് വന്നെന്ന് വിചാരിച്ചു. അന്നേരം ഇപ്പോൾ എക്സ്പോർട്ട്സ് പണ്ട് പോകുന്ന പോലെ തന്നെ നമ്മൾ അങ്ങ് $60 എക്സ്പോർട്ട് ചെയ്യുന്നെന്ന് വിചാരിച്ചു. $60 എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര രൂപ നമുക്ക് വരുന്നുണ്ട്? 6,000 രൂപ നമ്മുടെ കൈ വരുന്നുണ്ട്. ഇപ്പം ഡോളറിന് വില കൂടിയല്ലോ, അന്നേരം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കാശ് എക്സ്ട്രാ കിട്ടും. പക്ഷേ ഇമ്പോർട്ട് അതേ $100 നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഇവിടുന്ന് എത്ര അങ്ങോട്ട് വെളിയിലോട്ട് പോകുന്നുണ്ട്? അന്നേരം 10,000 രൂപ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് അങ്ങ് കൊടുക്കണം. അന്നേരം ട്രേഡ് ഡെഫിസിറ്റ് പണ്ട് 3,600 ആയിരിക്കെ ഇന്നത് 4,000 രൂപയായിട്ട് വരും. അന്നേരം ഈ 4,000 രൂപയും 3,600 തമ്മിൽ വ്യത്യാസം എന്താണ്? 400 രൂപ വ്യത്യാസം ഉണ്ടല്ലോ. അന്നേരം എക്സ്ട്രാ നമ്മുടെ നാട്ടിൽ നിന്ന് 400 രൂപ വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അന്നേരം ഈ 400 ആരാണ് കൊടുക്കുന്നത്? ഞാനും നിങ്ങളുമായിരിക്കുന്ന ആൾക്കാരാണ് കൊടുക്കുന്നത്. ഈ നമ്മുടെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ കാശിൻ്റെ വില വെട്ടിക്കളയുമ്പോഴത്തേക്ക് നമ്മളെ പിക്ക് പോക്കറ്റ് ചെയ്യുന്ന പരിപാടി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾ ഇത് ഷെയർ ചെയ്തിരിക്കും. പലർക്കും അറിയുന്നില്ല, നമ്മുടെ കറൻസിയുടെ ഡീവാലുവേഷൻ കാരണം എല്ലാവർക്കും ഒരുപോലാണ് എഫക്റ്റ് എന്നാണ് പലരുടെയും ചിന്ത. അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവർക്കാണ് കൂടുതൽ എഫക്റ്റ്. എന്നാൽ അവർ ഇപ്പോൾ അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നമ്മുടെ ഭാരതത്തിൽ നിന്ന് എന്താണ് കയറ്റുമതി ചെയ്ത് നമ്മൾ അയക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പുട്ടിൻ ഇന്ത്യയിൽ നിന്ന് ഒരു സാധനവും വേണ്ട. അവസാനം മോദിജി പുട്ടിൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് പുട്ടിൻ പറഞ്ഞു, ശരി നിങ്ങളുടെ കുറേ ജനങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേര്, ഞങ്ങൾ ജോലിയൊക്കെ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് പുട്ടിൻ ഇപ്പം വന്നിട്ട് അവർ എഗ്രിമെൻ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നത്. അന്നേരം ഇന്ത്യയിൽ നിന്ന് കാര്യമായിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇന്ത്യയുടെ വർക്ക് ഫോഴ്സാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ലേബറാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അന്നേരം ഒരു കൺട്രിയുടെ ലേബറിൻ്റെ ഡയറക്റ്റ് കണക്ടിവിറ്റി എന്തുകൊണ്ടാണെന്നറിയാവോ? ആ നാട്ടിൻ്റെ കറൻസിയും കൊണ്ടാണ്. ഇന്ത്യയുടെ ലേബർ നേരത്തെ ചീപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് പറ്റി? അത് ചീപ്പർ ലേബറായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ലേബറിൻ്റെ ആ എക്സ്പോർട്ട് നടക്കുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇന്ത്യക്കാരന് ഈ റഷ്യൻ റൂബിളോ ഒക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആ കണക്ക് കൂട്ടിക്കഴിയുമ്പോൾ ഇത് ലാഭമാണല്ലോ എന്നുള്ള രീതിയില്ല. പക്ഷേ ടോട്ടലി ഇൻ ദ വേൾഡ് ലേബർ മാർക്കറ്റിൽ ഇന്ത്യയുടെ ലേബറിൻ്റെ ആ ഒരു നിലവാരമുണ്ടല്ലോ, വിച്ച് ഈസ് കണക്റ്റഡ് ടു ഇന്ത്യൻ റുപ്പീസ്, അത് വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഓൺ എ ലോങ് റൺ ഇന്ത്യയിൽ പോവർട്ടി നിലനിൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇന്ത്യയിലെ പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായിട്ട് തന്നെ നിലനിന്നിരിക്കും. നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്ത് എത്രയാണ്? കഴിഞ്ഞ ക്വാർട്ടറിൽ 8.2% ഗ്രോത്ത് എന്നൊക്കെയാണ് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് ഏതാണ്? പഴയ രൂപയുടെ വാല്യൂ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. 84 85 ഒക്കെ കിടന്ന അതേ വാല്യൂ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. എന്നിട്ട് വെളിയിൽ വന്നിട്ട് നമ്മളൊക്കെ തന്നെ ഇച്ചിരി പ്രൗഡ് കാണിക്കാറുണ്ടല്ലോ, നമ്മൾ 4th ലാർജസ്റ്റ് എക്കണോമി ആണെന്നൊക്കെയുള്ള കാര്യം. എന്നാൽ ഈ 4th ലാർജസ്റ്റ് എക്കണോമി, $4.5 ട്രില്യൺ എക്കണോമിയൊക്കെ ഡോളർ ടേംസിലാണ്. ഈ ഡോളർ ടേംസിൽ നമ്മൾ പ്രതിഫലിപ്പിക്കണമെങ്കിൽ നമ്മുടെ രൂപയുടെ വാല്യൂ അത് സ്റ്റേബിൾ ആയിട്ടിരിക്കണം. അതിപ്പോൾ 84 85 ഒക്കെ ആയിരുന്നെങ്കിൽ വീണ്ടും പറയാമായിരുന്നു. പക്ഷേ ഇപ്പം 91 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു 6% കൂടുതൽ അങ്ങ് ഷ്രിങ്കായി നമ്മുടെ എക്കണോമി. അന്നേരം റിയൽ ടേംസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ 4th നിന്ന് മാറി 5th അങ്ങ് വന്നെന്നിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ചുമ്മാതങ്ങ് പ്രൊപ്പഗണ്ട ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. ഇൻ റിയൽ ടേംസ് നമ്മുടെ എക്കണോമി ഭയങ്കരമായിട്ട് വീക്കാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായില്ലേലും ഫോറിനിലെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാസ്തവ നിലവാരം എവിടെയാണെന്നുള്ള കാര്യം. കഴിഞ്ഞ ഒരു വർഷം $18 ബില്യൺ ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും എടുത്തു വെച്ച് പിടിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോയി. എന്താണ് കാരണം?
അവർക്ക് മനസ്സിലായി ഇന്ത്യൻ രൂപ ഇത്രമാത്രം വില ഇടിഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര നാൾ ഇവിടെ ഇട്ടുകൊണ്ടിരുന്നാൽ പോലും ആ ഒരു 6, 7, 8% ഇന്ത്യൻ രൂപ ഇടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലാഭവും നഷ്ടവും എല്ലാം അങ്ങ് ഒരു പരുവത്തിലാകത്തില്ലേ. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഈ അൺസ്റ്റേബിൾ ആയിട്ട് ഫോളിങ് കറൻസിയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിലും അവിടുത്തെ ഇൻഡസ്ട്രിയിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോ ഗതിയാന്നുള്ള കാര്യം. അതുകൊണ്ട് അവർ വെച്ച് പിടിച്ചുകൊണ്ട് അവരുടെ കാശും കൊണ്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് എന്താണ് നടന്നുകൊണ്ടിരുന്നത്? എല്ലാ വർഷവും ഇങ്ങോട്ടായിരുന്നു കറൻസി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കറൻസി ഇതേണ്ട് ഫ്ലൈ ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായല്ലോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സർക്കാരും സർക്കാരിൻ്റെ യന്ത്രങ്ങളും ഗോദി മീഡിയ എന്ന് പറഞ്ഞ സംവിധാനങ്ങൾ ഒന്നും പറയത്തില്ല. നിങ്ങൾക്ക് പണ്ട് നരേന്ദ്രമോദി ഒരു പ്രസംഗത്തിനകത്ത് ഓപ്പോസിഷനിലായിരുന്നപ്പോൾ പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഒന്നുകൂടെ ഒന്ന് കേട്ടോ. मैं शासन में बैठा हूं, मुझे मालूम है इस प्रकार से रुपया इतनी तेजी से गिर नहीं सकता। अरे अगर नेपाल का रुपया नहीं गिरता है, बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती, क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है? ये जवाब देना पड़ेगा आपको। देश आपसे जवाब मांग रहा है। 2014 ഇദ്ദേഹം അധികാരത്തിൽ കയറിയപ്പോൾ 62 രൂപ പെർ ഡോളർ ആയിരുന്നു വില. ഇപ്പോൾ വികാസ് ചെയ്ത് വിശ്വഗുരു അമൃത്കാലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 91 രൂപ പെർ ഡോളറായി മാറിയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ആ പഴയ കാറിൻ്റെ കഥയിൽ കൂടെ നമുക്കൊന്ന് പോകാം. അന്നേരം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അന്നേരം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു ഡ്രൈവറിനെ വെച്ചു. എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ഡ്രൈവറെ ഈ കാറൊക്കെ നല്ലപോലെ ഒന്ന് നോക്കിക്കോണം, പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ വണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 2-3 മാസം കഴിയുമ്പോൾ ഞാൻ തന്നെ ഓടിക്കാമെന്നൊക്കെ ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു. അന്നേരം ഡ്രൈവറിന് മനസ്സിലായി എന്താണ്, ഒരു 3 മാസത്തേക്കേ ഉള്ളൂ പുള്ളിയുടെ എംപ്ലോയ്മെൻറ്റ്. അന്നേരം പിന്നെ കാറിനെ എന്തിനാണ് നോക്കുന്നത്? അന്നേരം കാറിന് ചില ശബ്ദങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാൻ പയ്യെ ഇരുന്നിട്ട് ഒരു ശബ്ദം വരുന്നുണ്ടല്ലോ, അവിടെ ഒരു ശബ്ദം വരുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത. ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു, ഡ്രൈവറെ ശബ്ദം വരുന്നുണ്ടല്ലോ. അതൊന്നും ശബ്ദമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ഒരു ചെണ്ടയും കൊണ്ടാണ് വന്നിരിക്കുന്നത്, ഒരു മൃദംഗം. എന്നിട്ട് അതിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഇവിടുത്തെ ശബ്ദം ഞാൻ ശ്രദ്ധിക്കാതിരിക്കാൻ ഇദ്ദേഹം മൃദംഗം കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിയുടെ ശബ്ദം ഈ കാറിൻ്റെ ഈ കൊച്ച് അരോചകമായ ശബ്ദത്തിൽ ഓവർടേക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഈ പരിപാടി. പുള്ളിക്കറിയാം ഈ കാറിൽ ഈ 3 മാസത്തേക്കുള്ള എംപ്ലോയ്മെൻ്റ് ഉള്ളൂ, പിന്നെ എന്തിനാണ് ഈ കാറിനെ ഞാൻ നോക്കേണ്ടതെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ പറച്ചിൽ. അതുപോലെ തന്നെ ഈ നമ്മുടെ സർക്കാരും പലപ്പോഴും ഈ സാധാരണപ്പെട്ട മനുഷ്യർക്ക് നാട്ടിൻ്റെ ആ ഫുൾ സമ്പദ് വ്യവസ്ഥയുടെ ആ വീക്ക്നെസ്സിനെ കുറിച്ച് അറിയാതിരിക്കാനായിട്ട് വേറെ ചില നരേറ്റീവൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ MGN മഹാത്മാഗാന്ധി നരേഗ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് മാറ്റിയിട്ട് ജീരാംജി എന്ന് പറഞ്ഞ് ആക്കിയിട്ട് പിന്നെ ജനങ്ങളെ ഇട്ട് തല്ലിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അവർക്ക് ആ റിയൽ എക്കണോമിയിലോട്ട് ജനങ്ങളുടെ ശ്രദ്ധ പോകരുതെന്ന് തന്നെയാണ് ചിന്ത. എന്നിട്ട് വല്ലതൊക്കെ കഥ പറഞ്ഞുകൊണ്ട് ഇരിക്കുക. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് അടിച്ചു തരാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, പീസ്.